അപ്പോഴാണ് ഇങ്ങനൊരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് എനിക്ക് അറിയാൻ സാധിച്ചു. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഇനി വീട്ടിലല്ലേ അതിനൊരു സമയം കണ്ടെത്താന്ന് വിചാരിച്ചു ജോയിൻ ചെയ്തു. പക്ഷെ ഞാൻ കുറച്ചു നാളായി ഈ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട്. പക്ഷെ എനിക്ക് എന്റെ തോളുവേദനയും പോയി, എന്റെ കൈയെല്ലാം നല്ല കനമായിരുന്നു. അത് സാറിന്റെ കൂടെ എക്സസൈസ് ചെയ്ത്, പക്ഷെ എനിക്ക് സാറിന്റെ കൂടെ ചെയ്തെങ്കിലേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കതിന് സമയവും ഇല്ല. പക്ഷേ എനിക്കിപ്പോ നല്ല ആശ്വാസമുണ്ട്. എന്റെ ചുരിദാറിന്റെയൊക്കെ ശകലം വണ്ണം കുറയ്ക്കേണ്ടി വന്നു. എനിക്ക് വണ്ണം കുറഞ്ഞു എന്ന് ഒരു പരിധി വരെ പറയാമെങ്കിലും എന്റെ ശരീരം ഫിറ്റ് ആവുകയാണ് ചെയ്തത്. എനിക്ക് നല്ല മാറ്റമുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് സാറിനോട്. പിന്നെ ഫുഡ്, ഞാൻ 3 നേരവും നല്ല രീതിയിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന, രാത്രി നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ടാണ് ഉറങ്ങുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് ഫുഡെല്ലാം ഞാൻ മാറ്റി. വൈകിട്ട് ഒരു പഴം, ഒരു ആപ്പിള്, 1.5 ഗ്ലാസ് ഓട്സ് ലൂസായിട്ട് കാച്ചി കുടിക്കുക, ഉറങ്ങുക. ഞാൻ ഉറങ്ങാനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് എന്റെ വയറ് എം ടി ആണ്, സുഖമായിട്ട് ഉറങ്ങുന്നു. അതിനകത്ത് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ വാട്ടർ ഹീറ്റർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. എനിക്കിപ്പോ വാട്ടർ ഹീറ്റർ, എന്റെ ശരീരം നല്ല ഇതായി. രാവിലെ കുളിക്കുന്നതിന് എനിക്ക് വാട്ടർ ഹീറ്റർ വേണ്ട. അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എനിക്ക് ഉണ്ടായി. ഇത് ഞാൻ എന്റെ അനുഭവമാണ് പറയുന്നത്. അത് എനിക്ക് 100% ഞാൻ കോൺഫിഡന്റ് ആണ് ഇതിനകത്ത്. എനിക്ക് ഇത് തന്നെ വലിയൊരു അനുഭവമായിട്ടാണ് ഈ എക്സസൈസ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പൊ വേണമെങ്കിലും കാണിക്കാം, എന്റെ ഒരു ശകലം പോലും കാല് പൊങ്ങത്തില്ലായിരുന്നു. പക്ഷേ സാറിന്റെ കൂടെ എനിക്ക് എക്സസൈസ്, എന്റെ കാലൊക്കെ ഇത്രയും, ഞാൻ എന്റെ ബ്രസ്റ്റിന് നേരെ കൈ പിടിച്ചാലേ എന്റെ കാലിന്റെ തുമ്പ് വന്ന് എന്റെ കയ്യെ തട്ടുമെന്ന് ഈ ജന്മത്തിൽ ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ എനിക്കത് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, എനിക്ക് 10 പ്രാവശ്യം 20 പ്രാവശ്യം, ഒരു പ്രാവശ്യം പോലും എനിക്ക് കുത്തിയിരുന്നിട്ട് എണീക്കാൻ ഈ ജന്മത്ത് പറ്റുമെന്ന് കഴിഞ്ഞതല്ല. പക്ഷെ ഞാൻ 20 പ്രാവശ്യം ഭംഗിയായിട്ട് ഇരുന്നിരിക്കുന്നത്, എനിക്ക് നല്ല ഭംഗിയായിട്ട് എനിക്കത് കഴിയും. ഇരുന്നെഴുന്നേക്കാൻ കഴിയും. എനിക്ക് എവിടെയും ചെന്ന് ഇരിക്കാനൊക്കെ ഈ തറയിലിരുന്ന് സദ്യ ഉണ്ണാനും ഞാൻ ഓക്കെ സാറേ. പിന്നെ എനിക്ക് അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. എനർജിയാണ്. എനിക്ക് വേണമെങ്കിൽ ഒരാളെ ഒരൊറ്റ ഇടിക്ക് വേണമെങ്കിൽ എനിക്കിടാം. എനിക്ക് ആ പവർ വന്നു കഴിഞ്ഞു. എനിക്ക് ശരീരമൊക്കെ. പക്ഷെ ആ കൈയുടെ എക്സസൈസ്, മുഖത്തിന്റെ എക്സസൈസ് സൂപ്പർ സാർ, സൂപ്പർ. ഞാൻ 73 കിലോനാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഞാനിപ്പോ 3 മാസം കൊണ്ട് പറഞ്ഞാൽ 6 കിലോ കുറഞ്ഞ്. ഇപ്പം 66.87, 67 അടുത്താണ് ഉള്ളത്. ഇനി ഞാൻ ഒരു 60 ഞാൻ എനിക്ക് പ്രതീക്ഷയുള്ള 60 ആയിക്കണേ. പിന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് ഈക്വൽ ആയിട്ട് ഇങ്ങനെ എക്സസൈസും ഫുഡും കൺട്രോൾ ചെയ്ത് കണ്ട 60 ഇങ്ങനെ പോയാൽ നമ്മൾ അത്യാവശ്യം നമ്മളാ പഴയ രീതിക്ക് എത്തും. കമ്മ്യൂണിറ്റിയിൽ വരുന്നതിന് മുമ്പുള്ള പ്രയാസം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇപ്പൊ ഞാനൊരു 40 വയസ്സിന്റെ അടുത്ത്, അപ്പൊ എനിക്ക് മുട്ടിന് വേദന തുടങ്ങിയിനി. വേദന തുടങ്ങിയാണ്ട് സ്റ്റെപ്പൊന്നും അങ്ങനെ ഒരു ദിവസം ഒരു വട്ടമൊക്കെ കയറാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ ഇതിൽ വന്നതിന്റെ ശേഷം എനിക്ക് മുട്ടുവേദന മാറി. പിന്നെ എനിക്ക് ഊരവേദന നല്ലോണം ഉണ്ടായിന്. ഊരവേദന എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോ നടക്കാൻ കഴിയില്ല, ഒരു കാലിൽ ബാലൻസ് പോണമായിട്ടൊരു വേദനയായിട്ട് എനിക്ക് ഉണ്ടാവുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് അതിനൊന്നുമില്ല. ഇപ്പൊ ഊരവേദന ഒക്കെ പാടെ മാറി, ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ മൊത്തത്തിൽ ബോഡി മൊത്തം ചേഞ്ച് ആയിക്കാണ്ട് ഞാൻ ഫുൾ ഹാപ്പില്ല. ആ മാറ്റങ്ങൾ പറഞ്ഞാൽ, എനിക്ക് മെയിനായിട്ട് എനിക്ക് വയറ് ചാടിക്കൊണ്ടേനി, നല്ലോണം വയറ് ചാടിക്കൊണ്ടേനി. പിന്നെ ചുരിദാർ ഇട്ടാലൊക്കെ ഇങ്ങനെ നമുക്ക് ഒരു 5-6 മാസം ഒരു ഗർഭിണികളെമാരും അതിന്റെ വയറുണ്ടായിന്. പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല ഒതുങ്ങി. ചുരിദാറൊക്കെ ആദ്യം പിന്നെ എടുത്തു വെച്ചിരുന്ന ചുരിദാറുകളൊക്കെ ഞാൻ തിരിച്ചിടാൻ തുടങ്ങി. പിന്നെ ചെസ്റ്റിന്റെ ഭാഗമൊക്കെ പറഞ്ഞാൽ നല്ല കൈ വണ്ണം കൂടിക്കൊണ്ടേനി. കൈ വണ്ണം കൂടിക്കൊണ്ടേക്കൊണ്ട് പിന്നെ ചുരിദാറുകളൊന്നും ഉപയോഗിക്കലില്ലേ ഇനി. പിന്നെ അധികം പെട്ടെന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ പർദ്ദ ഇട്ടുകൊണ്ട് പോവുക പെട്ടെന്നാവുമ്പോ. ഇപ്പൊ പിന്നെ നമ്മള് മൊത്തത്തിൽ ചുരിദാർ മാത്രമായി. ഹൈറ്റും വെയിറ്റും ഉള്ള ആളായിരുന്നു. അപ്പൊ ഇച്ചിരി എല്ലാവരും പറയും വെയിറ്റ് കൂടുതലില്ല, കാണുമ്പോ കുഴപ്പമില്ല, സാരി എടുക്കുമ്പോ നല്ലതാണെങ്കിൽ പറയാമെങ്കിലും എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇച്ചിരി വണ്ണം കൂടുതലാന്നുള്ള തോന്നലുണ്ടായിരുന്നു. 80 കടക്കാൻ ഇപ്പൊ വെയിറ്റ് 80 കടക്കാൻ പോയപ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അയ്യോ, 80 കടക്കാൻ ഇത്ര നാൾ നടന്നിട്ട് എന്റെ വെയിറ്റ് കുറഞ്ഞില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യാറുണ്ടായില്ല. ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഫുഡിനെ കൺട്രോൾ ചെയ്തത്. ഞാൻ ഭക്ഷണം 3 നേരം ചോറ്, അരി ഭക്ഷണം കഴിക്കുന്ന ആളായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞപ്പോ എനിക്ക് അതിലേക്ക് ആ വഴിക്ക് പോയപ്പോ എന്റെ വെയിറ്റ് ആ ഫുഡിലാണ് വെയിറ്റ് അധികം കുറഞ്ഞേക്കണം, ചോറിലാണ് വെയിറ്റ് കുറഞ്ഞതെന്നാണ് എന്റെ അനുഭവം. എന്ന് വെച്ചാൽ ഞാൻ ഇത്ര നാളെ ഞാൻ യോഗയും ചെയ്യാറുണ്ട്, നടക്കലുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്, പക്ഷെ ഫുഡ് കൺട്രോൾ ചെയ്യാറില്ല. ഇപ്പോഴാണ് വെയിറ്റ് കുറഞ്ഞത്. സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ബോഡിയുടെ വെയിറ്റ്, കൈയുടെ ഇപ്പൊ ബ്ലൗസ് ടൈറ്റുള്ള ബ്ലൗസ് എടുക്കുമ്പോൾ നമ്മൾ സാധാരണ ടൈറ്റുള്ള ബ്ലൗസ് ആയിരിക്കുമല്ലോ, അത് ലൂസായി. അതുപോലെ തന്നെ വയറും അതുപോലെ തന്നെ ഇതായി. നമ്മളിപ്പോ ചുരിദാർ ഇടുമ്പോൾ നല്ല ഷേപ്പ് ഉണ്ട്. ഞാൻ ഷേപ്പറൊന്നും ഉപയോഗിക്കാറില്ല, പക്ഷെ നല്ല ഷേപ്പ് ഉണ്ട്. അങ്ങനെ വയറ് ചാടിയൊന്നും നിൽക്കുന്നില്ല. അതുപോലെ കാലിന്റെയും ആയാലും മണ്ണൊക്കെ എല്ലാത്തിനും കുറഞ്ഞിട്ടുണ്ട്, മൊത്തത്തിൽ കുറഞ്ഞിട്ടുണ്ട്.
വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഫീസിൽ എന്ന് വെച്ചാൽ ഇരുന്നിരിക്കുമ്പോൾ വയറ് നമ്മൾ ഓട്ടോമാറ്റിക് കൂടും. നമ്മൾ എപ്പോഴും ഇവിടെ വെറുതെ കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിൽ ഇരിക്കുക, നടക്കൽ കുറവായിരിക്കും. നമ്മൾ പിയൂണിന് ആരെങ്കിലും വിട്ടിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യണത്. അപ്പൊ നമ്മൾ പരമാവധി ഫ്രീ ടൈമിൽ ഒന്ന് എണീറ്റ് നടക്കണം. ബോഡി എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മൾ എപ്പോഴും ഇങ്ങനെ പിടിച്ചിരുത്തിയോണം ഇരിക്കാതെ കുറച്ച് ഫ്രീ ടൈമിലൊക്കെ ഒന്ന് നടക്കുക. അതുപോലെ തന്നെ ഫുഡാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. വ്യായാമം അത്യാവശ്യമാണ്. എനിക്ക് മെയിനായിട്ട് എന്നാന്ന് വെച്ചാൽ എന്റെ ഉപ്പൂറ്റിയുടെ വേദന സഹിക്കാൻ പറ്റുന്നത് പറയാൻ പറ്റത്തില്ല. അത് ഞാൻ ഒത്തിരി നടന്നു വന്നത്. അപ്പൊ എന്നോട് ആൾക്കാർ ചോദിക്കാൻ വികലാംഗയാണോ, കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് നന്നാ ഓടി നടക്കാം, ശരീരത്തിന് ഭാരമില്ല. എനിക്ക് ഇറുകിയ ചുരിദാറുകളൊക്കെ എടുത്തു വെച്ചെല്ലാം ഇപ്പൊ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. എന്നെ കണ്ട ആൾക്കാരെല്ലാം പറയുന്നുണ്ട് നിനക്ക് ഒത്തിരി മാറ്റമുണ്ട്. അതുപോലെ മെയിനായിട്ട് എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ഫേസ്, ആ എക്സസൈസ് നല്ലൊരു എക്സസൈസാ, പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്നാ വെച്ചാൽ അത് എനിക്ക് ഇച്ചിരി കൂടെ ഇരുമയുള്ള ഒരു കളറും കൂടെ ആയിരുന്നു. അപ്പൊ നമ്മൾ ഈ എക്സസൈസും ചെയ്ത് നമ്മൾ ഈ ഫേസിലോട്ടുള്ള എക്സസൈസും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മുഖത്തിന് തന്നെ ഒരു പ്രകാശം വരാൻ തുടങ്ങി. അതെല്ലാരും ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ക്രീം തേക്കുന്നുണ്ടോ. ശാരീരിക പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് മുട്ടിന് വേദന നന്നാ ഉണ്ടായിരുന്നു. കാലിന്റെ ഇടത്ത് മുട്ടിന് നല്ല നീരായിരുന്നു. പിന്നെ കാലിന്റെ ഉപ്പൂറ്റി രണ്ടും കുത്താൻ പാടില്ലായിരുന്നു, അതുപോലെ വേദനയായിരുന്നു. കട്ടിലൊക്കെ എഴുന്നേറ്റിരുന്ന് കുറെ നേരം തിരുമ്മി കാല് ചൂട് പിടിപ്പിച്ചതിന് ശേഷം അത് തറയെ കുത്താൻ പറ്റുള്ളായിരുന്നു. അപ്പൊ എനിക്ക് എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ എന്റെ മുട്ടിന് വേദനയും കുറഞ്ഞു, കാലിന്റെ ഉപ്പൂറ്റി വേദനയും കുറഞ്ഞു. നല്ല ആശ്വാസമുണ്ട് ശരീരത്തിന്. പക്ഷെ ഇപ്പൊ എനിക്ക് നന്നാ ഓടി നടക്കാം, ശരീരത്തിന് ഭാരമില്ല. എനിക്ക് ഇറുകിയ ചുരിദാറുകളൊക്കെ എടുത്തു വെച്ചെല്ലാം ഇപ്പൊ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. എന്നെ കണ്ട ആൾക്കാരെല്ലാം പറയുന്നുണ്ട് നിനക്ക് ഒത്തിരി മാറ്റമുണ്ട്. അതുപോലെ മെയിനായിട്ട് എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ഫേസ്, ആ എക്സസൈസ് നല്ലൊരു എക്സസൈസാ, പറയാതിരിക്കാൻ പറ്റത്തില്ല. കുടുംബത്തിൽ നിന്ന് തന്നെ കുറെ ആക്ഷേപങ്ങൾ ഞാൻ കേട്ടതാ. ഈ വെയിറ്റ് കാരണം നമ്മള് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഈ വെയിറ്റ് കാരണം നമ്മളെ കളിയാക്കുന്ന, ഒരു കല്യാണ പുരയിൽ പോയാൽ പോലും നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ നേരക്ക് നോക്കി നമ്മളെ പരിഹസിക്കുന്ന കളിയാക്കുന്ന എത്രയോ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം ഏതായാലും ഓരോ മുമ്പിൽ നമ്മൾ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. അത്രയ്ക്ക് ഞാന് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ എന്നെ ചോദിക്കുക നീ എന്താ ചെയ്യല്, നീ എന്ത് ഡയറ്റാ ചെയ്യുന്നത്. ബുദ്ധിമുട്ടുകള് ഓവർ തടിയായിരുന്നു. പിന്നെ ശരീരം എന്താ പറയാ ചീർത്ത് നല്ല വണ്ണുള്ള ഒരാളായിരുന്നു. പിന്നെ അങ്ങനെ പിന്നെ ഉറക്കക്കുറവ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടത്. തീരെ ഉറക്കമില്ലാത്തൊരു ആളായിരുന്നു ഞാൻ എത്രയോ ഗുളിക വാങ്ങി കഴിച്ചിട്ടുണ്ട് ഉറക്കിന് വേണ്ടിയിട്ടുള്ള. ഉറക്ക ഗുളിക വാങ്ങി കഴിച്ചിട്ടുണ്ട്. ഡോക്ടറെ കാണിക്കാതെ തന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഉറക്കില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഗുളിക വാങ്ങി കഴിച്ചാൽ ഒരവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഏതായാലും ഒക്കെ നോർമൽ ആയിട്ടുണ്ട്. പ്രകടമായ മാറ്റം എന്ന് വെച്ചാൽ ഞാൻ സാറോട് പറഞ്ഞില്ലേ, തുടക്കം മുതലേ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഉറക്കില്ലായിരുന്നു. ഇപ്പൊ ഈ എക്സസൈസ് സാറ് 7:30ക്കുള്ള എക്സസൈസ് കഴിഞ്ഞ് ഞാൻ കുളിയും കഴിഞ്ഞ് ഭക്ഷണമൊക്കെ മക്കൾക്ക് പാകം ചെയ്ത് കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഞാനൊരു 10 മണിയാകുമ്പോഴത്തേന് ഞാൻ കിടക്കും. കിടന്നു കഴിഞ്ഞ് എനിക്ക് ബോധം ഉണ്ടാവില്ല, ഞാൻ നല്ലോണം ഉറങ്ങാറുണ്ട്. ഇപ്പൊ കൃത്യമായിട്ട് എനിക്ക് ഉറക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ വെയിറ്റ് കാരണം ഞാന് ഫർദ മാത്രം, എന്നിട്ട് എന്നെ വീട്ടിലൊക്കെ ചെല്ലുമ്പോ എല്ലാരും പറയും 37-38 വയസ്സാകുമ്പോഴത്തേന് ഈ ഫർദമ്മ തന്നെ കയറിയത് എന്താ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്ന കുറെ ബുദ്ധിമുട്ടിക്കായിരുന്നു. ഇപ്പൊ ഏതായാലും ഞാൻ ഫർദായിട്ട് നീക്കി വെച്ച് ഇപ്പൊ ഞാൻ ചുരിദാറിൽ കയറിയിട്ടുണ്ട്. ഇപ്പൊ ചുരിദാറിട്ട് പുറത്തിറങ്ങുമ്പോ എനിക്കൊരു സന്തോഷമാണ്. നമുക്ക് ഇട്ടിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. വയറും ചാടി പിന്നെ നമുക്ക് പിന്നെ ഈ ബാക്കൊക്കെ ഓവറായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറ്റം വന്ന് നല്ലൊരു സ്ലിം ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് കഠിനമായൊരു വാശിയായിരുന്നു. എനിക്ക് ആ വാശി കാരണമാണ് എനിക്ക് ഇന്ന് ഇതിൽ കയറി എക്സസൈസ് ചെയ്ത് എന്റെ ശരീരം ഇങ്ങനെയാക്കാൻ എനിക്ക് കഴിഞ്ഞത്. പിന്നെ ഇതിൽ കയറിയതിന് ശേഷം എനിക്ക് ഡോക്ടറേക്ക് പോകേണ്ടി വന്നിട്ടില്ല. എനിക്ക് വേദനയില്ല, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഞാനൊരു 10 കൊല്ലമായി ഷുഗറിന് മരുന്ന് കഴിച്ചു തുടങ്ങിയിട്ട് ഡയറ്റ് ഒക്കെ നോക്കിയായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഷുഗർ കാര്യമായിട്ടൊന്നും കുറഞ്ഞിരുന്നില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് ചായ കുടിച്ചായിരുന്നു. ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ മിക്ക ദിവസങ്ങളും വൈകിട്ട് ചായ കുടിച്ചായിരുന്നു. അത് മധുരട്ട് തന്നെ ചായ കുടിച്ചായിരുന്നത്. എനിക്ക് ചായ കുടിക്കുമ്പോൾ മധുരടാണ്ട് കുടിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ ഞാൻ ചായ കുടിച്ചിരുന്നു. ഇപ്പൊ സാറ് പറഞ്ഞതിന് ശേഷം ഷുഗർ ഫുള്ളായിട്ട് കട്ട് ചെയ്തു. ഇപ്പൊ ഷുഗർ അസുഖം 130 വരെ ഉണ്ട്. അത്ര നന്നായി കുറഞ്ഞു. 180 ഉണ്ടായിരുന്നതാ ഷുഗർ. നമുക്ക് അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ അത് ചെയ്യാതിരിക്കാൻ തോന്നില്ല. നല്ല മധുരം ആ ക്ലാസ് എടുത്ത് സാറിന്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ വെയിറ്റ് കുറയ്ക്കണം, അങ്ങനെ നല്ല
ഇതിൽ നടത്തണം എന്ന് ഞാൻ